Watch India's largest kids library only on Jio Hotstar. Download the app now. രുദ്ര, ഞാൻ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കുന്നുണ്ടോ? ആ മുത്തശ്ശൻ പറയുന്നത് എനിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. വരുൺ, മര, നിങ്ങൾ രണ്ടുപേരും എന്തിനാ ഇത്ര വെപ്രാളപ്പെട്ട് ഓടി വന്നത്? മൈറ, ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാതെ തന്നെ മനസ്സിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുകയായിരുന്നു. നിങ്ങൾ പറയൂ, എന്താണ് പറ്റിയത്? രുദ്ര, എന്റെ അടുത്ത വീട്ടിലെ ഒരു മോശമായ ചെറുക്കൻ വന്നിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ അവൻ എന്നെ എടുത്തിട്ട് പേര് മാറി. ഞാൻ വെറുതെ ഇങ്ങോട്ടേക്ക് വരുവായിരുന്നു. ഒരു കാര്യമില്ലാതെ അവൻ എന്നെ തല്ലി. ഞാൻ ഇവനോട് പറഞ്ഞതാ, വരുൺ അവനെ അടിക്കുന്നു. പക്ഷേ ഈ പേടിത്തോണ്ടേ അവനെ ഒന്നും ചെയ്ത് ഓടി വന്നു. എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എന്റെ മാജിക് പവർ യൂസ് ചെയ്ത് ആ ചെറുക്കനെ ഇതുപോലെ തന്നെ അവിടെ വെച്ച് അവള് തല്ലി. എന്റെ ഈ കണ്ണ് പോയതിന് കാരണം അവൻ, മറ്റൊരു കണ്ണ് പോയതിന് കാരണം മൈര. മുത്തശ്ശ, ഇത് ഹാൻഡിൽ ചെയ്യാൻ എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടോ? അതായത് എന്റെ ബോഡി ഫിറ്റ് ആൻഡ് മസ്കുലർ ആവണം. ഒരു കാരണമില്ലാതെ ആരെങ്കിലും എന്നെ അറ്റാക്ക് ചെയ്താലേ അറ്റ്ലീസ്റ്റ് എനിക്ക് അതിനെ ഡിഫെൻസ് ചെയ്യാലോ, അല്ലേ? അതേ മോനെ, ഉണ്ട്. ഞാൻ നിനക്ക് പറഞ്ഞു തരാം. പക്ഷെ അത് നീ സെൽഫ് ഡിഫെൻസിന് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, മനസ്സിലായോ? വെറുതെ വഴക്കുണ്ടാക്കി ആരെയും തല്ലരുത്. പ്രോമിസ്? ആ, ഓക്കേ മുത്തശ്ശ, പ്രോമിസ്. ആ മാജിക് എനിക്ക് പഠിപ്പിച്ചു തരൂ. ആഹാ, പുതിയ മാജിക്കോ? സിബായിസ്ക ബോഡി സ്ട്രെങ്ത്. ആ, എന്നാ പിന്നെ ഇതങ്ങ് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഞാനും എന്റെ ബോഡി അല്പം ഒന്ന് മസ്കുലർ ആക്കി മാറ്റാൻ പോവാ. പിന്നെ ഞാൻ എല്ലാവരെയും പിടിച്ചിട്ട് പന്താടി കളയില്ലേ. ഇത് വളരെ സിമ്പിളായ മന്ത്രാണ്. ബോഡി ഓ ബലൂണ സക്കോ. മുത്തശ്ശൻ ബലൂണോന്നല്ലേ പറഞ്ഞത്? ബലൂണോ എന്ന് പറഞ്ഞ ബലൂൺ അല്ലേ? ഓ എന്റെ അമ്മോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതെന്താ പറ്റിയത്? മുത്തശ്ശ, മാജിക് പ്രശ്നമായി. ഞാൻ ബലൂണായി മാറിപ്പോയി. എനിക്കിതിന്റെ ആവശ്യമില്ല. രംഗീല, നീ എന്തിനാ ഇങ്ങനെ പതുങ്ങിയിരുന്ന് മാജിക് ഒക്കെ പഠിക്കുന്നത്? എനിക്കൊരു ചാൻസ് തരൂ. ഞാൻ രംഗീലയെ താഴെ ഇറക്കാം. ഞാൻ ഫുട്ബോളല്ല. ഇങ്ങനെ പോയാൽ ഞാൻ ചത്തുപോവാന്നാ തോന്നുന്നേ. എന്റെ അമ്മ, ഫുട്ബോൾ പോലെ ഞാൻ ഇങ്ങനെ താടിച്ചാടി പോവാണല്ലോ. എടാ, നിക്കാൻ. ഹലോ, എന്റെ സാധനത്തിന്റെ പൈസ തന്നിട്ട് പോ. എന്റെ പേര് റാംബോ ബോൺ ബ്രേക്കർ ആണ്. ഞാൻ ഷ്യൂ മജീഷ്യന്റെ സ്റ്റുഡന്റ് ആണ്. എപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടാണ് പോവാറ് പതിവ്. ഞാൻ എന്റെ ബോസ് മജീഷ്യൻ ആവശ്യമുള്ളതെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ പണവും പൈസയും ഒന്നുമില്ല. അദ്ദേഹത്തിന് എന്ത് ആവശ്യമുണ്ടോ അദ്ദേഹം ഇങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോകും. ആണോ? നിന്റെ ഉസ്താദാര ഈ നാട്ടിന്റെ രാജാവോ? പൈസ തരാതെ നീ ഇവിടുന്ന് എങ്ങനെ പോണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിന്റെ കമ്പ് നീ തന്നെ അങ്ങ് വെച്ചോ. എടാ, കാശ് തന്നിട്ട് പോ. നിക്കേ, പൈസ തരാതെ അവൻ സ്ഥാനം കൊണ്ടുവന്ന. ഇന്നെന്തായാലും നല്ല ഒന്നാന്തരം ഫ്രഷ് ആയ വെജിറ്റബിൾസ് കിട്ടി. ഇത് കണ്ട ജിംഗ്ലി ഹാപ്പിയാവും. ഇത്രയധികം സാധനങ്ങൾ കണ്ടാൽ ബോസ് വളരെയധികം സന്തോഷിക്കും. വെജിറ്റബിൾസ് എല്ലാം വളരെ ഫ്രഷ് ആണല്ലോ. അതെങ്കി താ. അല്ല, എന്താ രുദ്ര, രുദ്ര, എത്രയും പെട്ടെന്ന് മാർക്കറ്റിലേക്ക് ഒന്ന് വാ. ഒരു ചെക്കനെ ഈ ബസാറിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത വഴക്കുണ്ടാക്കുക. പോടാ.
സൺസിറ്റിയില് പുതിയതല്ലേ, ഞാൻ ആവശ്യമില്ലാതെ ആരുടെ കൂടെയും വഴക്കിടാറില്ല. അതുകൊണ്ട് ഞാൻ സ്നേഹത്തോടെ പറയാണ്, നീ വാങ്ങിച്ച സാധനങ്ങൾക്കൊക്കെ പൈസ കൊടുത്തേക്ക്, അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുത്തേക്ക്. എടുത്ത സാധനങ്ങളൊന്നും ഞാൻ തിരിച്ചു കൊടുക്കുന്ന പരിപാടിയില്ല. എന്റെ കയ്യിലുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നീ ആരടാ? ഞാൻ സൺസിറ്റിയുടെ ഏറ്റവും വലിയ മജിഷ്യനായ ജയ്സിംഗ് ചൗഹാന്റെ ഗ്രാൻഡ് സൺ രുദ്രയാണ്. നീ ആരായാലും കൊള്ളാം, നിന്റെ അഭ്യാസമൊന്നും എന്റെ അടുത്ത് നടക്കില്ല. ഞാൻ എന്ത് വിചാരിച്ചോ അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇതെന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് നോക്കിയേ. എടാ നിക്ക്, നീ മാജിക് ചെയ്യാൻ തുടങ്ങിയോ? എനിക്ക് മാജിക്കോ മറ്റോ കാര്യമൊന്നും അറിയില്ല. ബോസിന്റെ കൂടെ നിന്ന് ഞാനിപ്പോ പഠിച്ചു വരുന്നേ ഉള്ളൂ. തല്ലുകൂടാൻ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കൈകൊണ്ട് തല്ലാൻ നിക്കടാ. കൊള്ളാലോ, എല്ലാം നിന്റെ ഇഷ്ടം പോലെ ചെയ്യാല്ലേ. ഫയർ ചെയ്യുന്നത് പോലും നിന്റെ കണ്ടീഷൻ അനുസരിച്ച് ആവണോ? നിന്റെ സൈസ് ഒന്ന് നോക്ക്, പിന്നെ രുദ്രയുടെ സൈസ് ഒന്ന് നോക്ക്. അപ്പൊ നിങ്ങൾക്ക് സമമായിട്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യാൻ കഴിയും? അപ്പൊ നിങ്ങൾ ചെയ്യുന്ന മാജിക് ഫൈറ്റ് ഏത് രീതിയിലാണ് സമപ്പെടുന്നത്? നിനക്ക് മാജിക് അറിയാം. മാജിക് യൂസ് ചെയ്ത് നീ എന്റെ സൈസിലേക്ക് മാറ്, എന്നിട്ട് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യും. രുദ്ര, അവന് തല്ലുകൂടാൻ ഇത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിലേ നീ അപ്പൊ അവന്റെ സൈസിലേക്ക് ഒന്ന് മാറിയേക്ക്, എന്നിട്ട് ഫൈറ്റ് ചെയ്യാ. എനിക്ക് തല്ലുകൂടാൻ തീരെ ഇഷ്ടമല്ല, പക്ഷെ ഇങ്ങനെ നീ നിർബന്ധിച്ചാൽ എനിക്കത് ചെയ്തല്ലേ പറ്റൂ. ഈ ബൈസ്കോ ബോഡി സ്ട്രെങ്ത്. ബോസ്, അകടം ഷൂ റെഡി ആവട്ടെ, മാജിക് ഷൂ റെഡി ആവട്ടെ. എന്താ പറ്റിയത്? നീ എന്താ വരണ്ടു പോയി വന്നിരിക്കുന്നത്? സാധനങ്ങളൊക്കെ എവിടെ? ബോസ്, വളരെ കഷ്ടപ്പെടാൻ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. രുദ്ര എന്നെ പൊക്കിയെടുത്ത് വലിച്ചങ്ങ് എറിഞ്ഞു. ഒരു പേപ്പർ പോലെ എന്നെ ചുളുക്കി കളഞ്ഞു. നിങ്ങൾ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചോണ്ട് വരികയായിരുന്നു. എല്ലാം ഇപ്പൊ അവിടെ തന്നെ കിടക്കാണ് ബോസ്. രുദ്ര ആരാണ്? രുദ്ര സൺസിറ്റിയുടെ വലിയ മജിഷ്യനായ ജയ്സിംഗ് ചൗഹാന്റെ ഗ്രാൻഡ് സൺ ആണ്. അവൻ അത്രക്ക് ധൈര്യമുണ്ടോ? ഷൂ മജീഷ്യന്റെ സ്റ്റുഡന്റിനെ അവൻ തല്ലിയെന്നോ? ഇപ്പൊ ഞാൻ സൺസിറ്റിയിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. ഷൂ മജീഷ്യന്റെ ഈ ഷൂ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അകടം പകടം ജയ്സിംഗ് ചൗഹാനെ വകവരുത്തണം. വരൂ വരൂ, കളർഫുള്ളായ ഷൂസുകൾ വാങ്ങിച്ചു കൊണ്ട് പോകൂ. ഒരിക്കൽ നിങ്ങൾ ഇത് ധരിച്ചാൽ പിന്നെ ഊരില്ല. വരൂ വരൂ, വാങ്ങിച്ചു കൊണ്ട് പോകൂ. പഴയ ഷൂസ് തന്നിട്ട് പുതിയ ഷൂസ് വാങ്ങിച്ചോളൂ. ഒരു ദിവസത്തെ ഓഫറാണിത്. അതെ, പിന്നെ നാളെ മുതൽ നിങ്ങൾ ഈ ഷൂസ് തന്നെയായിരിക്കും അണിയുന്നത്. വരൂ, മുൻപോട്ട് വരൂ. കൊള്ളാലോ, ഈ ഷൂസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. എനിക്ക് ആ ടൈഗർ ഷൂ തന്നേക്കൂ. എനിക്ക് ആ വോൾഫിന്റെ ഷൂസ് മതി. ഇന്ന പിടിച്ചോ, എന്റെ പഴയ ചപ്പലിതാ വെച്ചിരിക്കുക. എനിക്ക് ആ കാറ്റിന്റെ ഷൂ തരൂ. എനിക്ക് ആ ഡോഗിന്റെ ഷൂ. വൗ, ഇത് നല്ല ക്യൂട്ട് ആണല്ലോ. നല്ല ഭംഗിയുണ്ട്. മണ്ടന്മാരായ സൺസിറ്റി ജനങ്ങളെ, നിങ്ങൾ ഇപ്പോൾ അണിഞ്ഞുകൊണ്ട് പോകുന്നത് ഷൂസ് മാത്രമല്ല, നിങ്ങളുടെ കാലുകളിൽ ഇത് ഊരാക്കുരുക്കായി കുടുങ്ങിയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് മാത്രമായിരിക്കും ചെയ്യാൻ പോകുന്നത്. അകടം പകടം ചിലന്തി വല. അവരണിഞ്ഞിരിക്കുന്ന ഷൂ പോലെ അവരുടെ ഹാബിറ്റും മാറട്ടെ.
മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെ വെച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കം ഓൺ, ഫോളോ മീ. ബോസ്, നിങ്ങളുടെ മാജിക് സൂപ്പർ ആയിട്ടുണ്ട്. അവര് രണ്ടാളും രുദ്രയുടെ ഫ്രണ്ട്സ് ആണ്. രുദ്രന്റെ ഫ്രണ്ട്സിന്റെ ഈ ഗതികേട് കാണുമ്പോ അവൻ തന്നെ സ്വയം സറണ്ടർ ആകും. നിൽക്കരുത്, അകത്തോട്ട് ചാടിക്കയറൂ. ബോസ്, ഇപ്പൊ നമ്മൾ എങ്ങനെ അകത്തോട്ട് പോകുന്നത്? നീ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? ഇന്ന് രുദ്രയെ ഞാൻ വകവരുത്തിയില്ലെങ്കിൽ എന്റെ പേര് ഷൂ മജീഷ്യൻ എന്നല്ല. ഞാൻ ഇവരെ നല്ലോണം യൂസ് ചെയ്യാൻ പോകാണ്. അതാണ് നമ്മുടെ ശത്രുവിന്റെ കൊട്ടാരം. ചെല്ല്, അകത്ത് ചെന്ന് ആ വാതിലൊന്ന് തുറന്നു വിട്. എന്താ ഇത്? ആരാണ് നീ? വേണ്ട, വേണ്ട. Ibaiska web breako. Ibaiska web breako. Ibaiska web breako. ജയ് സിംഗ്, നീ ഇപ്പോൾ എന്റെ മാജിക്കൽ വെബിനകത്ത് കുടുങ്ങിയിരിക്കാണ്. നീ അതിനകത്തിരിക്കുമ്പോൾ ഒരു മാജിക് പവറും വർക്കാവില്ല. നിനക്കൊരിക്കലും പുറത്തേക്ക് വരാനും പറ്റില്ല. അടുത്തതായി നിന്റെ ഗ്രാൻഡ് സൺ രുദ്രയെ ഞാൻ വകവരുത്താൻ പോവുകയാണ്. അവൻ എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ് റാംബോയെ അപമാനിച്ചിരിക്കുകയാണ്. മൈര, നീയോ? Ibaiska Zibaiska body strength. ഞാനാണ് ഷൂ മജീഷ്യൻ. നീയല്ലേ രുദ്ര? നീ നിന്റെ ബോഡി എത്രക്ക് ടഫാക്കി മാറ്റിയാലും ശരി, എന്റെ ഈ വെബ് പൊട്ടിച്ച് നിനക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. കുറച്ചു മുൻപ് നീ നിന്റെ ഈ ബോഡി ഉപയോഗിച്ചല്ലേ എന്റെ സ്റ്റുഡന്റിനെ അടിച്ചു വലിച്ചെറിഞ്ഞത്? അതിനുള്ള ശിക്ഷയാണ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നത്. ഒരല്പം നേരം റെസ്റ്റ് എടുത്തു. രുദ്ര, ഇപ്പൊ നിന്റെ പവർ ഒന്ന് കാണിക്കേ. നിനക്ക് എത്ര ശക്തി ഉണ്ടെന്ന് നമുക്ക് കാണാം. അല്ല, ഇതെന്താ വലിയ പ്രശ്നമായല്ലോ. മൈര, വരുൺ, ഈ വെളുപ്പാങ്കാലത്ത്. അല്ല, ഇവരൊക്കെ ആരാ? എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾറെഡി അറിയാലോ. ഇതാണ് എന്റെ ബോസ്, ഷൂ മജീഷ്യൻ. ഇവരെല്ലാവരും എന്റെ കൺട്രോളിലാണ്. രണ്ടുപേർ വലയിൽ കുടുങ്ങി കിടക്കുന്നല്ലേ, അത് നിന്റെ അപ്പൂപ്പനും രുദ്രയുമാണ്. മുത്തശ്ശ, രുദ്ര. ഞാൻ 3 വരെ എണ്ണം നോക്കിയോ. ഞങ്ങളുടെ അപ്പൂപ്പനെയും രുദ്രയും അങ്ങ് വിട്ടേക്ക്, അല്ലെങ്കിൽ 3 അല്ലേ? വെറുതെ നമ്പർ ഇനി ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. മാജിക് ചെയ്യാൻ അറിയാമെങ്കിൽ മാജിക് ചെയ്ത് കാണിക്കേ. വെറുതെ കൗണ്ട് ഡൗൺ ഒന്നും വേണ്ട. വരൂ, നമ്മൾ ഗാർഡനിലേക്ക് പോവുകയാണ്. എത്രയും പെട്ടെന്ന് നല്ല ചൂട് ചായയും സ്നാക്സും എടുത്തോണ്ട് വാ. എല്ലാവരും വരൂ, ഫോളോ മീ. മോനെ രുദ്ര, ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? അതെ മുത്തശ്ശ, എനിക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. രുദ്ര, ഈ വെബിനകത്തിരിക്കുമ്പോ എന്റെ മാജിക് ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. മുത്തശ്ശൻ വിഷമിക്കേണ്ട. ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നല്ല ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു.
ഇപ്പൊ നോക്കിക്കോളൂ. ഈ ബൈസ്ക ബോഡി നോർമലിസ്റ്റിക്കോ. ശബാഷ് രുദ്ര. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു. പക്ഷെ ഈ അത്ഭുതം എങ്ങനെയാണ് സംഭവിച്ചേ? ശബ്ദിക്കരുത്. കാര്യം അവരറിയരുത്. രുദ്ര, ആദ്യം ഇവരെ ഇവിടുന്ന് വളരെ ദൂരത്തേക്ക് കൊണ്ടുപോകണം. അല്ലെങ്കിൽ ഇത് നമുക്ക് വലിയൊരു തിരിച്ചടിയാകും. റാംബോ, ഇത്ര സമയമായിട്ടും സ്നാക്സ് എന്താ വരാത്തത്? ചെല്ല്, കിച്ചണിൽ ചെന്ന് നോക്ക് അവര് രണ്ടാളും എന്താ ചെയ്യുന്നെന്ന്. ബോസ്, ഇവിടെ എങ്ങും കിച്ചൺ ഇല്ല. ഇവിടെയുള്ള എല്ലാം അപ്രത്യക്ഷമായിരിക്കാണ്. ഇതെല്ലാം പെട്ടെന്ന് എങ്ങനെ അപ്രത്യക്ഷമായത്? നമ്മൾ എല്ലാവരും എങ്ങനെ ഇങ്ങോട്ട് വന്നത്? പെട്ടെന്ന് വന്ന് നീ ഞങ്ങളെ പറ്റിച്ചില്ലേ? അതേപോലെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നിന്നെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ. നിന്റെ പാർട്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവസാനിച്ചു. നിന്നെ ഞാൻ വിട്ടയക്കണമെങ്കിൽ ആദ്യം ഇവരെയെല്ലാം പഴയതുപോലെ മാറ്റ്. എന്നിട്ട് തിരിഞ്ഞു നോക്കാതെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. ഞാൻ ഇരുന്ന സ്ഥലം നീ പെട്ടെന്ന് മാറ്റിമറിച്ചത് കൊണ്ട് നീ ഒന്നും നേടാൻ പോകുന്നില്ല. ഞാൻ ഇവരെ ഒന്നും പഴയതുപോലെ മാറ്റില്ല. പക്ഷെ എന്റെ ടീം നിങ്ങളെ എല്ലാം വകവരുത്തും. മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങോട്ട് നോക്ക്. നിങ്ങളുടെ ബോസിന്റെ ഈ പാർട്ടി ഇയാൾ നശിപ്പിച്ചിരിക്കുകയാണ്. അതെ, നമ്മുടെ എന്റർടൈൻമെന്റ് ഇയാൾ ഇല്ലാതാക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ പറയുന്നൊന്ന് ദേവി ഇത് കേക്ക്. വരുൺ, നമ്മളെല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? നിങ്ങൾ എന്തിനാ വെറുതെ ആ മജീഷ്യൻ പറയുന്നതൊക്കെ കേട്ട് നടക്കണേ? എന്റെ മുത്തശ്ശ, എന്നെ ഒന്ന് രക്ഷിക്കേ, എന്നെ രക്ഷിക്കേ, എന്റെ അമ്മേ. സോറി മൈറോ. Ibaiska shield creato. Myra, consciously വാ. നമ്മൾ ഫ്രണ്ട്സ് ആണ്, ഫ്രണ്ട്സ്. ഈ ഷൂ വളരെ ഡിഫറെന്റ് ആണല്ലോ. മൈറ കാറ്റിനെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. അവളുടെ ഷൂവിലും കാറ്റ് ഉണ്ട്. അപ്പോ ഈ ഷൂസ് വെച്ചാണോ ആ മജിഷ്യൻ കളിക്കുന്നത്? ആ മജിഷ്യന്റെ പേര് ഷൂ മജിഷ്യൻ എന്നാണല്ലോ. യെസ്, എനിക്ക് പിടികിട്ടി. കം ഓൺ, വരൂ, എല്ലാരും വരൂ. Ibaiska, boom, chick, chick, boom. ഓടിക്കോ. ആകെ പ്രശ്നമായല്ലോ. ഞാൻ എങ്ങനെയാ മരത്തിന്റെ മുകളിൽ വന്നത്? നോ, എന്റെ ടീം. ഞങ്ങൾ എല്ലാവരും ഇവന്റെ കടയിൽ നിന്ന് ഷൂസ് വാങ്ങിച്ചിട്ടു. പിന്നെ എന്തൊക്കെ സംഭവിച്ചു? ഞാൻ ഇവനെ വെറുതെ വിടുന്ന പ്രശ്നമില്ല. ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ല.
എന്റെ ഷൂസ്. ഷൂ മജീഷ്യൻ, ഇപ്പൊ നീ പറയേ, എന്തിനാ നീ ഞങ്ങളുടെ ആളുകളെ വേദനിപ്പിച്ചത്? മര്യാദയ്ക്ക് ചെന്ന് നീ നിന്റെ ഷൂ ബിസിനസ് നോക്ക്. വേറെ എവിടെയെങ്കിലും ചെന്ന് അഭ്യാസം കാണിക്കേ. ബോസ്, അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കൂ, അല്ലെങ്കിൽ ഇവര് നമ്മുടെ കഥ തീർക്കും ബോസ്. ജയസിംഗ്, ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് മനസ്സിലായി. ദയവേത് എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഉണ്ടാക്കിയ ഷൂ ഇനി ഞാൻ ആരോടും അണിയാൻ പറയില്ല. ഷൂ മജിഷ്യൻ, നിങ്ങളുടെ സ്റ്റുഡന്റിന് നിങ്ങളോട് വലിയ അഭിമാനമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്റ്റുഡൻസിന് നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കൂ. മാജിക് പവേഴ്സും നല്ലതിന് മാത്രം യൂസ് ചെയ്യൂ. നീ പറഞ്ഞത് വളരെ ശരിയാണ് രുദ്ര. ഇന്നു മുതൽ ഞാൻ എന്റെ സ്റ്റുഡൻസിന് നല്ല കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കൂ, നല്ല മാജിക്കെ പഠിപ്പിക്കൂ. എന്നാ ഞങ്ങൾ പുറപ്പെടട്ടെ. വരൂ റാംബോ. ഷൂ മജിഷ്യൻ, നിങ്ങൾ കുറച്ചു ദിവസം ഞങ്ങളൊപ്പം ഇരിക്കൂ. ഞങ്ങൾ റാംബോയോടൊപ്പം കളിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ അവൻ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ദയവീത് എന്നോട് ക്ഷമിക്കണം രുദ്ര. താങ്ക് യു. അല്ല, ഇത് വലിയ പ്രശ്നമായല്ലോ. ആരെങ്കിലും ഇഞ്ഞൊന്ന് ഇവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കേ. റെഡില, ഒന്ന് ഇവിടെ നോക്കൂ. വരുൺ എവിടെയാ ഉള്ളത്? എന്തിനാ വെറുതെ മരം ചുറ്റിക്കൊണ്ടിരിക്കുന്നേ? Watch India's largest kids library only on Jio Hotstar. Download the app now.